നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഇന്നസെന്റ് ബാംബി ഇന്നൊരു സീരിയൽ കില്ലർ ഡിയറായി മാറിയാൽ എന്ത് സംഭവിക്കും? ഇതാണ് ബാംബി ദ റഗഗനി. സിനിമ തുടങ്ങുന്നത് ഒരു പുസ്തകത്തിലെ കഥ കാണിച്ചാണ്. അതായത് ഒരു കാട്, നല്ല ശാന്തമായ കാടാണ്. അവിടെ ബാംബിയും ബാംബിയുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയി ജീവിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മനുഷ്യർ കാലുകുത്തുന്നത്. മനുഷ്യർ കാലുകുത്തിയതും എല്ലാ മൃഗങ്ങളെയും കൊല്ലുന്നു. ബാംബിയുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൊല്ലുകയാണ്. അങ്ങനെ ബാംബിയുടെ മകൻ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. പിന്നീട് ബാംബി അവനെയും തേടി കാട്ടിലേക്ക് നടക്കുകയാണ്. ആ സമയത്താണ് മനുഷ്യരുടെ ട്രക്കിൽ നിന്നും ഒരു കെമിക്കൽ ഒരു നദിയിലേക്ക് കലരുന്നത്. ബാംബി അവൻ്റെ മകനെയും തേടി കാട്ടിലൂടെ നടക്കുമ്പോൾ ദാഹിച്ചിട്ട് ആ നദിയിലെ വെള്ളം കുടിക്കും. ആ വെള്ളം കുടിച്ചതും ബാംബി ഒരു മോൺസ്റ്ററായി മാറുകയാണ്. പിന്നീടുള്ള ബാംബിയുടെ ചിന്ത കാട്ടിൽ കയറി വരുന്ന എല്ലാ മനുഷ്യരെയും കൊല്ലണം. മനുഷ്യരോടുള്ള പക കൂടുകയാണ്. ആ സീൻ അവിടെ വെച്ച് കട്ടാവുന്നു. ഇപ്പോൾ നമുക്ക് 3 വേട്ടക്കാരെ കാണാം. മൈക്കിൾ, ടൈലർ, ഇഡി. ഇവരിപ്പോൾ മാനുകളൊക്കെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ടൈലർ. അവനങ്ങനെ ഷൂട്ടിംഗ് ഒന്നും അത്ര പരിചയമില്ലായിരുന്നു. അവൻ്റെ ഉന്നമൊക്കെ തെറ്റിപ്പോകും. പിന്നീട് ആ സീൻ കട്ടായിട്ട് വേറൊരു സ്ഥലത്ത് ഒരമ്മയും മകനെയും കാണുന്നു. അവളുടെ പേരാണ് സന. ആ കുട്ടിയുടെ പേര് ബെഞ്ചി. അങ്ങനെ ഇപ്പോൾ സന അവളുടെ ഹസ്ബൻഡ് സിമോണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മെസ്സേജ് അയക്കുന്നു. അവളൊരു ടാക്സിയിലാണ് പോകുന്നത്. സിമോണിൻ്റെ വീട് കാടിന് നടുവിലാണ്. അങ്ങനെ ഇപ്പോൾ അവരുടെ യാത്ര തുടരുന്നു. അപ്പോൾ അവർ കാടിന് നടുവിലെത്തി. ഡ്രൈവറും സനയും സംസാരിക്കുന്നതിനിടയിൽ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റി വണ്ടിയൊന്ന് പതറിപ്പോകുന്നുണ്ട്. അത് ആ ഡ്രൈവർ ഹാൻഡിൽ ചെയ്യും. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് അവർ സേഫോടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് നോക്കുമ്പോൾ മുമ്പിലൊരു മാന്. അതും ആ മാനിനെ കണ്ടതും ഡ്രൈവർ ഒന്ന് വെട്ടിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. അത് നമ്മുടെ ബാംബിയാണ്. ബാംബി ആ കാറിനെ അവൻ്റെ കൊമ്പ് കൊണ്ട് ഇടിച്ച് തിരിച്ചിടുകയാണ്. അങ്ങനെ കാറ് കറങ്ങി തിരിഞ്ഞ് നിലത്തേക്ക് വീഴുന്നു. അപ്പോൾ അമ്മയും മോനും, അതായത് സനയും ബെഞ്ചിയും രക്ഷപ്പെടുന്നു. ഡ്രൈവർ മരിച്ചു പോവുകയാണ്. അങ്ങനെ സനയും ബെഞ്ചിയും കാറിൽ നിന്നും പുറത്തിറങ്ങുന്നു. കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി അവർ പുറത്ത് നോക്കുമ്പോൾ വലിയൊരു മാന്, വിചിത്രമായ മാന്, നമ്മുടെ ബാംബി. അത് കാറിൻ്റെ മുകളിൽ കയറി വലിയ ശബ്ദത്തിൽ ഓരിയിടുന്നു. അപ്പോൾ അത് കണ്ട് പേടിച്ച് സനയും ബെഞ്ചിയും ആ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ കാണുന്നത് ബെഞ്ചിയുടെ മുത്തശ്ശിയാണ്. അവർ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ആ വീട് കാണിക്കുന്നു. അതായത് നമ്മുടെ സനയും ബെഞ്ചിയും വരുന്ന വീടില്ലേ, അതാണ്. ഇപ്പോൾ സിമോണിൻ്റെ 2 സഹോദരങ്ങളെ കാണുകയാണ്. അവരുടെ വൈഫായ, അതിലൊരു സഹോദരൻ്റെ വൈഫായ ഹരിതനെയും കാണുന്നു. ഇപ്പോൾ കാണുന്നത് മൂത്ത സഹോദരനായ ആൻഡ്രൂവിനെയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ അവരുടെ എന്താണ് വരാത്തതെന്ന് പറയുകയാണ്. അതായത് സനയും ബെഞ്ചിയും. അപ്പോൾ ഹരീത്ത പറയുകയാണ്, നിങ്ങളുടെ അമ്മ എന്താണ് പുറത്തു പോയി നിൽക്കുന്നത്? ഞാൻ അവരെയും കൊണ്ട് കൂട്ടിയിട്ട് അകത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നു. അങ്ങനെ ഹരീത്ത ഇപ്പോൾ അവരെ കൊണ്ടുപോകാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പറയുന്നു, നിങ്ങളെന്താ പുറത്ത് നിൽക്കുന്നത്? അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവരെയും കൂട്ടി വേഗം വീട്ടിനകത്തേക്ക് പോകുന്നു. ഇപ്പോൾ കാണുന്നത് ആൻഡ്രൂവിൻ്റെയും ഹരിതേൻ്റെയും മകനായ ഹരിസനാണ്. അങ്ങനെ ഹരിത ഡോറ് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവൾ പുറത്തു വന്ന് നോക്കുമ്പോൾ ആരാണെന്ന് നോക്കുമ്പോൾ അത് സനയും ബെഞ്ചിയുമാണ്. അവർ ആ മാനിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ അവർക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിപ്പെടുകയാണ്. അങ്ങനെ അവരവിടെ എത്തിയിട്ട് നടന്ന കഥകളൊക്കെ പറയുന്നു. ഒരു വലിയ ഭീകരമാനുണ്ട്, അങ്ങനെയാ ഞങ്ങളുടെ കാറൊക്കെ പോയി, ഞങ്ങളുടെ ഡ്രൈവറൊക്കെ മരിച്ചു എന്നൊക്കെ പറയുകയാണ് സന. അപ്പോൾ ഇതൊന്നും ആരും വിശ്വസിക്കുന്നില്ലായിരുന്നു. എന്നാലും അവൾ പറയുന്നു, നമ്മുടെ ബെഞ്ചിയുടെ കാലിന് മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ആ കാർ ആക്സിഡൻറ്റിൽ അവനും ചെറിയ പരിക്കൊക്കെ പറ്റി. ഇപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇളയ സഹോദരനായ ജോഷുവ കാട്ടിലേക്ക് പോവുകയാണ്. അവൻ പറയുന്നു, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടാവുന്നു. ഇപ്പോൾ അത് ആ കാർ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ആ 3 വേട്ടക്കാർ വരികയാണ്. അവരവിടെ എത്തിയിട്ട് കാറിൻ്റെ അകത്ത് ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും ആരെയും അതിൽ കാണുന്നില്ല. ഇപ്പോൾ അവർ അതിൽ നിന്നും കാറിൽ നിന്നും മടങ്ങി നടന്നു പോവുകയാണ്. അപ്പോൾ പെട്ടെന്നെന്തോ ശബ്ദം കേൾക്കും. അത് മാനാണെന്നാണ് കരുതുന്നത്. അങ്ങനെ അവർ ശ്രദ്ധയോടെ ഒന്ന് ഉന്നമൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ആ സീന് കട്ടായിട്ട് മുത്തശ്ശീനെ കാണിക്കും. മുത്തശ്ശി എന്തോ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ്. ചിത്രം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാംബിയുടെ ചിത്രമാണ്. ഇപ്പോൾ ജോഷുവിനെ കാണുന്നു. ജോഷു ഇപ്പോൾ കാട്ടിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. അതായത് അവർക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ആ വേട്ടക്കാരനിൽ ഒരാളെയാണ് കാണുന്നത്. അവനെന്തോ ശബ്ദം കേട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. നോക്കുമ്പോൾ ജോഷു പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ആ വേട്ടക്കാരൻ ജോഷുവിനെയാണ്
ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് ജോഷുവ അപ്പോൾ തന്നെ മരിച്ചു വീഴുന്നു. വേട്ടക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നു, നീ എന്താണ് ചെയ്തത്, നിനക്ക് ഉന്നമൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കുറേ തല്ലുമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോഷുവ മരിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. അവൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ശരീരം എടുത്ത് അവിടെ നിന്ന് മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ബെഞ്ചിയുടെ മുത്തശ്ശി ഒരു ജനലിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്, എന്തോ അപകടം വരുന്നത് പോലെ. അപ്പോൾ മുത്തശ്ശിയുടെ മുന്നിൽ നോക്കുമ്പോൾ നമ്മുടെ ബാംബി മുത്തശ്ശി ബാംബിയെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ബെഞ്ചി മുത്തശ്ശി വരച്ച ചിത്രം നോക്കുമ്പോൾ അത് വേറെ ആരുമല്ലായിരുന്നു, ബാംബിയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് അവൻ ഞങ്ങളെ ആക്രമിച്ചത് ഇതാണെന്ന് പറയാൻ നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ ബാംബി. അപ്പോൾ ലൈറ്റൊന്ന് ഓണും ഓഫായും നിൽക്കുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് ഓഫാവുന്നു, പെട്ടെന്ന് തന്നെ അത് ഓണാവുന്നു. അപ്പോൾ ബാംബിയെ കണ്ടതും നമ്മുടെ ബെഞ്ചി അമ്മയെന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു. അപ്പോൾ സനയും ബാംബിയെ കാണുകയാണ്. ബെഞ്ചി അമ്മയെന്ന് വിളിച്ച സൗണ്ട് കേട്ടിട്ട് ബാംബി ഇപ്പോൾ ആ വീടിന് നേരെ വരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് ഓടി മാറുകയാണ്. അങ്ങനെ ബാംബി വീടിനകത്തേക്ക് കയറി വരുന്നു. കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു ബാംബിയെ. ഇപ്പോൾ കാണുന്നത് കിച്ചണിലുണ്ടായിരുന്ന ആൻഡ്രൂവും പിന്നെ ഹരിതയും ഹരിസണില്ലേ അവരുടെ ഫാമിലിയില്ലേ അവരെയാണ് കാണുന്നത്. അവർ നോക്കുമ്പോൾ ബാംബിയെ കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ബാംബി കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആൻഡ്രൂവും ബാക്കിയുള്ളവരൊക്കെ ഓടി ഒളിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഹരിത ബാംബിയെ കണ്ടതും പേടിച്ചലറുന്നു. എന്നിട്ട് അവൾ ടോയ്ലറ്റിലേക്ക് ഓടുകയാണ്. അങ്ങനെ ടോയ്ലറ്റിൽ ഓടിയതും അവിടെയും ബാംബി വരുന്നു. അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ളവർ എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ പുറത്തു പോയിട്ട് അവരുടെ കാറിലേക്ക് കയറുന്നു. അങ്ങനെ ഇപ്പോൾ ഹരിത പുറത്ത് വന്നിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ ജനൽ വഴി. ബാക്കിയുള്ളവരൊക്കെ കാറിൽ കയറുകയാണ്. എന്നാൽ കാറ് ഫസ്റ്റ് തന്നെ ഒന്ന് സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. ഹരിതയുടെ പിന്നാലെ തന്നെ ബാംബി വരുന്നുണ്ട്. എന്നാൽ ബാംബിയിൽ നിന്നും അവൾക്ക് രക്ഷയില്ലായിരുന്നു. ബാംബി അവളെ കൊല്ലുന്നു. പിന്നീട് അവരുടെ കാറ് സ്റ്റാർട്ടാവുന്നു. അങ്ങനെ അവർ ആ ബാംബിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കാറ് വേഗത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നാലെ ബാംബിയും. അങ്ങനെ ബാംബിയും അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം എത്തി. എന്നാലും ബാംബി ഒരു തളർച്ചയുമില്ലാതെ അവരുടെ പിന്നാലെ തന്നെ വരുന്നു. വണ്ടിയുടെ ക്യാബിനുള്ള ഒരു ഡോറ് ഓപ്പൺ ആയിരിക്കുകയാണ്. എന്നാൽ ബാംബി അതിൽ കയറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ബാംബി അവരെ വെറുതെ വിടുന്നു. അങ്ങനെ അവരിപ്പോൾ ബാംബിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 വേട്ടക്കാരെ കാണും. 3 വേട്ടക്കാരും ഇപ്പോൾ സിമോണിൻ്റെ വീട്ടിലാണുള്ളത്. അതായത് ഇവരെ ബാംബി പിടിച്ചില്ലേ ആ വീട്ടിൽ. അങ്ങനെ നമ്മുടെ വണ്ടി കാണുകയാണിപ്പോൾ. വണ്ടിയുടെ മുന്നിൽ ഒരു വലിയ മരക്കഷ്ണം വീണിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രൂ പറയും, ഇനി നമ്മളെ കൊണ്ട് പോകാൻ കഴിയില്ല, ഞാനൊരു കയറെടുക്കാം, അതിൻ്റെ ഒരറ്റം മരത്തിലും ഒരറ്റം വണ്ടിയിലും കെട്ടിയാൽ നമുക്ക് ആ മരം നീക്കാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്ത് വീഴുന്നു. അതായത് ഹരിസണും ആൻഡ്രൂവും. അങ്ങനെ കാറിൽ കെട്ടുന്നു. എന്നിട്ട് മരത്തിൽ കെട്ടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാംബി വരികയാണ്. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് ബെഞ്ചിയാണ്. ബാംബിയെ കണ്ടതും ബെഞ്ച് പേടിച്ച് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി വിടുകയാണ്. എന്നാൽ നമ്മുടെ ആൻഡ്രൂവിൻ്റെ കാലിലാണ് ആ കയറ് കുടുങ്ങിയത്. ഹരിസൺ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. ആൻഡ്രൂവിനെയും കൊണ്ട് വണ്ടി പോവുകയാണ്. ഹരിസണ് പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പോൾ ബാംബിയും അവരുടെ പിന്നാലെ വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ അവർ കാറ് വേഗത്തിൽ തന്നെയാണ് ഓടിച്ചു പോകുന്നത്. ബേക്കിൽ നിന്നും ഹരിസണും ഓടിപ്പോകുന്നു. ഇപ്പോൾ കാണുന്നത് ഹരിസണിൻ്റെ പിന്നാലെ നമ്മുടെ ബാംബി പോകുന്നതാണ്. ഹരിസൺ അവിടെ ഒളിക്കുന്നു. ഹരിസൺ ഒരു മരത്തിൻ്റെ പുറകിലാണ് ഒളിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരെ കാണുന്നു. അതായത് നമ്മുടെ വണ്ടി എടുത്ത് പോയവരില്ലേ അവരെയാണ് കാണുന്നത്. അങ്ങനെ അവരിപ്പോൾ പോയി നോക്കുമ്പോൾ നമ്മുടെ ആൻഡ്രൂ വണ്ടിയിൽ കുടുങ്ങി അവൻ്റെ മുഖമൊക്കെ ആകെ നാശമായി. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അത് വേറെ ആരുമല്ല, സിമോണാണ്. അതായത് സനയുടെ ഹസ്ബൻഡില്ലേ അവരാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ വേട്ടക്കാരെയൊക്കെ ഇവരാണ് പറഞ്ഞു വിട്ടതെന്ന്. അതായത് മാനിനൊക്കെ കൊല്ലാൻ വേണ്ടി ഇവർക്കും പങ്കുണ്ട്, ഇവരാണ് തലവൻ എന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സിമോണിനെ കണ്ട ഉടനെ ബെഞ്ചി അങ്ങോട്ടേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം അവർ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് അവൻ അവരെയൊക്കെ കൂട്ടി അവൻ്റെ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ സനയെ വഴക്ക് പറയുന്നു. ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് വന്നതൊക്കെ എന്ന് പറയുകയാണ്. അതിനുശേഷം സന അവിടെയുള്ളതൊക്കെ നിരീക്ഷിക്കുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവർ കാട്ടിന് ചുറ്റും ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന്. അതിന് കാരണം 2 പേര് അത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ അവിടെ കുറേ മാനിൻ്റെ ഫോട്ടോ ഒക്കെ കാണുകയാണ്. അത് ബാംബിയാണ്. ഇവരുടെ ആകെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബാംബിയെ പിടിച്ച് അതിനെ കൊന്നിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും കൊന്ന് വിൽക്കണമെന്ന്.
അതാണ് ബാംബി ഉണ്ടായാൽ നടക്കില്ലല്ലോ, അതാണ് ബാംബിയെ കൊല്ലുന്നത്. ഇപ്പോൾ ബെഞ്ചി നോക്കുമ്പോൾ ഒരു മാൻകുട്ടിയെ ഒരു കൂട്ടിലാക്കിയിട്ട് കുറച്ച് പേര് കൊണ്ടുപോകുന്നത്. കഥ ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ആദ്യം ഓടിപ്പോയിട്ടില്ലേ നമ്മുടെ ബാംബിയുടെ മകൻ, അതാണ് ആ മാൻകുട്ടിയാണ് അത്. അതിനെ വെച്ച് ബാംബിയെ പിടിക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇപ്പോൾ ബെഞ്ചി അങ്ങോട്ടേക്ക് പോയതും അതൊക്കെ നമ്മുടെ ആ ക്യാമറേൻ്റെ മുന്നിലിരിക്കുന്നവരില്ലേ അവർ കാണുന്നു. അതായത് ബെഞ്ചി ആ മാൻകുട്ടിയുടെ കൂട്ടിനകത്ത് പോകുന്നതൊക്കെ ആ ക്യാമറേൻ്റെ അടുത്തിരിക്കുന്നവർ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കാണുന്നത് ഹരിസണ്ണിനെയാണ്. അതായത് കാട്ടിൽ ഒറ്റപ്പെട്ടു പോയില്ലേ അവനെയാണ് കാണുന്നത്. അവൻ ആ കാട്ടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യൊന്നും അറിയാതെ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു മുയൽക്കുട്ടിയെ കാണുന്നത്. അതിനെ കണ്ടപാട് അവനൊന്ന് അതിനെ ഓടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അത് അവന് നേരെ വരുന്നു. അത് ഒറ്റക്കല്ലായിരുന്നു, കുറേ പേരുണ്ട്. ഈ മുയൽക്കുട്ടികളൊക്കെ ആദ്യം കണ്ട ആ കെമിക്കൽ കലർന്ന വെള്ളം കുടിച്ചവരാണ്. അങ്ങനെ അവർ ഹരിസണ്ണിന് നേരെ ആക്രമിക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നിപ്പോൾ ഹരിസണ്ണിനെ കൊല്ലുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടാവുന്നു. ഇപ്പോൾ സന എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ അത് ബാംബിയാണ്. ബാംബി അവരുടെ നേരെ തിരിയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു, അതിന് ഷൂട്ട് ചെയ്യുന്നു. അതായത് സിമോണിൻ്റെ ഓടിയുള്ള 2 ആളിലെ ഒരാൾ ആ ഗ്യാസ് കുറ്റിക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്നാലും ബാംബി മരിക്കുന്നില്ല, അവരുടെ നേർക്ക് തന്നെ വരികയാണ്. ബാക്കിയുള്ളവരൊക്കെ കൊല്ലും. അപ്പോൾ സിമോണ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അവൻ്റെ ഗ്യാങ്ങിലുള്ള ബാക്കി എല്ലാവരും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാംബി സനയുടെ നേർക്കാണ് വരുന്നത്. അപ്പോൾ സന എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാംബിയുടെ കുട്ടിയെ അവന് തന്നെ കൊടുക്കുന്നു. അങ്ങനെ ബാംബിയുടെ കുട്ടി അവൻ്റെ നേരെ ഓടിപ്പോയിട്ട് ഇപ്പോൾ ബാംബി ശാന്തനായിരിക്കുകയാണ്. അതിനെ സ്നേഹത്തോടെ തലോടുന്നു. അപ്പോൾ പെട്ടെന്ന് ബാംബി വെടിയേറ്റ് നിലത്ത് വീഴുന്നു. നോക്കുമ്പോൾ അത് ആരാ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ മുത്തശ്ശിയിലെ അവരാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ സിമോണിനെ കാണുന്നു. സിമോൺ അവരിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അതായത് ബാംബിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു, അവൻ്റെ ഭാര്യയെയും മക്കളെയൊന്നും കൂട്ടാതെ. എന്നാൽ അവൻ സീറ്റിൽ നോക്കുമ്പോൾ ഒരു മുയൽ, അതായത് നമ്മളെ ഹരിസണ്ണിനെ കൊന്ന മുയലില്ലേ അവരുടെ കൂട്ടമാണ്. അങ്ങനെ അവർ സിമോണിനെയും കൊല്ലുന്നു. ഇപ്പോൾ ആകെ സർവൈവ് ചെയ്തത് 3 പേരാണ്, സനയും ബെഞ്ചിയും പിന്നെ മുത്തശ്ശിയും. അങ്ങനെ ഇപ്പോൾ ബാംബിയുടെ കുട്ടിയെയും കാണിച്ച് ബാംബി ദ റെക്കഗണിങ് എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു.